Hello, welcome to the News Minute. Today, joining with me is C.K. Janu, an activist in Kerala. She is prominently known for the land rights struggle of the tribal communities in the state. She also formed a political party and recently joined with the Congress-led United Democratic Front. At the same time, there was a speculation that Janu will contest from the Manandawadi Assembly constituency in Wayanad as a UDF candidate. But when the UDF candidate list came out, her name was not listed. ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിന് മുമ്പ് സി കെ ജാനുവിന് വയനാട് ഒരു സീറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടിരുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചർച്ച യു ഡി എഫ് ആയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പോൾ നമ്മൾ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് മെമ്പറാണ്. ഇപ്രാവശ്യം ഈ അടുത്തിടയ്ക്കാണ് അസോസിയേറ്റ് മെമ്പറായിട്ട് നമ്മൾ പരിഗണിച്ചത്. അപ്പോൾ ഞങ്ങൾ രണ്ടു കൂട്ടരെ ശരിക്കും പരിഗണിച്ചിരുന്നു. ഒന്ന് PV അൻവറിനെയും അവരുടെ തൃണമൂൽ കോൺഗ്രസും നമ്മളുടെ JRPനെയാണ് പരിഗണിച്ചത്. അപ്പോൾ പരിഗണിച്ചിട്ട് ഇപ്പോൾ ഈ അസോസിയേറ്റ് മെമ്പർ ഘടകകക്ഷി ഇങ്ങനെയൊക്കെ വരുന്നത് ഇത്തരം മത്സര രംഗത്തേക്കൊക്കെ നിൽക്കുന്നതിൻ്റെ ഭാഗവും കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു നിലയിൽ ഞങ്ങൾ ശരിക്കും 2 സീറ്റ് ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. അതിലൊന്ന് മാനന്തവാടിയും 2 ബാലുശ്ശേരി, ഈ സീറ്റുകളാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് കത്ത് കൊടുക്കുകയും അവരുടെ പ്രതിപക്ഷ നേതാവിനെയും ബാക്കിയുള്ള UDF നേതാക്കന്മാരെയൊക്കെ കാണുകയും അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ ഇപ്പോൾ അത്തരം ചർച്ചകൾ കാര്യം വരട്ടെ, അതിനകത്ത് വെക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു, സീറ്റില്ല. അതിനുശേഷം അവരോട്ട് എന്തെങ്കിലും സംസാരിക്കുക, അതായത് എന്തുകൊണ്ട് സീറ്റില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുകയോ മനസ്സിലാക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ അവരൊക്കെ ഇതിൻ്റെ വോട്ടും ഡൽഹി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തിരക്ക്, ഇപ്പോൾ നേതാക്കന്മാരൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ടാണ് ഓരോരുത്തരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ, ഈ പ്രഖ്യാപനമൊക്കെ കഴിയുന്നതിൻ്റെ സമയത്ത്. അതുകൊണ്ട് അവരെ അങ്ങനെ കാണുക, സംസാരിക്കാനൊന്നും അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് വിചാരിക്കുന്നത്? ഇനിയിപ്പോൾ ഞങ്ങളുടെ JRPയുടെ മീറ്റിംഗ് ശരിക്കും ഈ 22-ാം തീയതി കൂടുകയാണ്. 22-ാം തീയതി മീറ്റിംഗ് കൂടുമ്പോൾ അവിടെ ഈ JRPയുടെ സ്റ്റേറ്റ് കോർ കമ്മിറ്റി മീറ്റിംഗ് ആണ് കൂടുന്നത്. അപ്പോൾ അതിൽ വരുന്ന ആളുകളുടെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ചിട്ടുള്ള ഒരു നിലപാട് നമ്മളെടുക്കും. ഇതിനു മുമ്പ് NDAയുടെ ഘടകകക്ഷിയായിരുന്നു. ആ സമയത്ത് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ഒരു പ്രാവശ്യം NDAയിൽ ജോയിൻ ചെയ്യും, പിന്നീട് അവിടെ നിന്ന് പിൻവാങ്ങും, പിന്നീടും ജോയിൻ ചെയ്യേണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് രണ്ടാമത് അവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവഗണന എന്നുള്ളൊരു വാക്കായിരുന്നു. അപ്പോൾ NDA ആയിട്ട് പ്രവർത്തിച്ചതിൻ്റെ അനുഭവം എന്താണ്? ഇല്ല, NDA ആയിട്ട് നമ്മൾ ഒരു 9 വർഷക്കാലത്തോളം NDA മുന്നണിയിൽ വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ NDA സീറ്റ് വളരെ കൃത്യമായിട്ട് ഒരു സീറ്റ് നമുക്ക് തന്നിരുന്നു. 2 ടേണും അങ്ങനെ ഒരു സീറ്റ് തന്നു. പിന്നെ മുന്നണി എന്നുള്ള നിലയിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും തന്നെ NDA പരിഗണിച്ചിട്ടില്ല. അങ്ങനെ പരിഗണിക്കാത്തത് കൊണ്ടാണ് NDA ആയിട്ട് നമ്മൾ ശരിക്കും വിട്ടുനിന്നത്. അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം എന്താണെന്നൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ അന്ന് ആവശ്യപ്പെട്ടത് ഇപ്പോൾ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ 244-ാം വകുപ്പ് അനുസരിച്ച് ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം പട്ടികവർഗ പ്രദേശമാക്കണമെന്നുണ്ട്. അത് ശരിക്കും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും അതുണ്ട്, മിക്കവാറും സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട്. കേരളത്തിൽ പക്ഷേ അതില്ല. അപ്പോൾ കേരളത്തിൽ ഇത് പാസ്സാക്കേണ്ടത് പാർലമെൻറ്റിൽ നിന്നാണ്. അപ്പോൾ NDA ഗവൺമെൻറ് ഇപ്പോൾ കേന്ദ്രത്തിലുള്ളത് കൊണ്ട് അവർക്ക് ശരിക്കും പാസ്സാക്കാവും. ഈ നിയമത്തെ പാസ്സാക്കി ഈ ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന പണി അവർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടത്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തോറ്റാൽ രാജ്യസഭ പോലെയുള്ളൊരു സംവിധാനത്തിനകത്ത് നമ്മൾ പരിഗണിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് മുത്തങ്ങ അടക്കമുള്ള കുറച്ച് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം, അതിപ്പോൾ CBIയുടെ കയ്യിലാണ്. അത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെ അതിനകത്ത് ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലുള്ള മുഴുവൻ ആളുകളും നിരപരാധികളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കേസ് വിഡ്രോയിൽ പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കണം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിരക്കിലാണ്, അവിടെ തിരക്ക് ഇവിടെ തിരക്ക്, അത് കഴിയട്ടെ, അത് കഴിഞ്ഞ് സംസാരിക്കാം, അതിന് ശേഷം തീരുമാനിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നീണ്ടുപോകാമെന്നല്ലാതെ അതിന് യാതൊരുവിധ പ്രയോജനപ്രദമായിട്ടുള്ള നിലപാടൊന്നും വന്നില്ല. അങ്ങനെ വരാത്തപ്പോഴാണ് അതിൻ്റെ നിന്നും നമ്മൾ മാറിയത്. ഇപ്പോൾ കമ്മ്യൂണിസവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് CK ജാനു.
അപ്പോൾ ഈ പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് LDF-ഉമായി ചേർന്ന് പോകുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കുക, അത്തരത്തിലുള്ള ചർച്ച ഉണ്ടാവേണ്ടായിട്ടോ? ഇല്ല, LDF ശരിക്കും പറഞ്ഞാൽ LDF ആണ് ഈ ജനവിരുദ്ധ നയം ശരിക്കും വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ ആളുകൾ ഭൂരിഭാഗം അതിനോടൊപ്പം നിൽക്കുകയും അവരെ ഒന്നും മനുഷ്യരായിട്ട് പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഈ പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ ഒരു കൊള്ളരുതായ്മയുടെ ഫലമായിട്ടാണ് നമ്മൾ വേറൊരു പാർട്ടി പോലും ഉണ്ടാക്കേണ്ടി വരുന്നത്. അവരിത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇത്തരം സംരംഭം വിട്ടു പുറത്തേക്ക് വരില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രബലമായി നിൽക്കുന്ന കേരളത്തിൽ പ്രബലമായി നിൽക്കുന്ന 3 മുന്നണികളുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ്? ഈ ആദിവാസികളോടുള്ള ഈ പ്രബലമായ മുന്നണികളുടെ ഒരു മനോഭാവം എന്താണെന്നാണ് വിചാരിക്കുന്നത്? ഇത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതകളോടുള്ള ഒരു സമീപനം, അത് എല്ലാവരുടെയും ഏകദേശം ഒരുപോലെയാണെന്നുള്ള ഒരു തോന്നലൊക്കെ വരുന്ന രീതിയിലേക്കുള്ള ചില അനുഭവങ്ങളൊക്കെയാണ് നമുക്കുണ്ടാവുന്നത്. അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഇല്ല, അതിപ്പോൾ ഇത്രയും കാലത്തെ ഓരോ പ്രവർത്തനം തന്നെ നമ്മൾ വിലയിരുത്തിയാൽ മതി. അതിലൂടെ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണെന്നുള്ള കാര്യം തീരുമാനം വലുതായിട്ടുണ്ടോ? ഇനി അങ്ങോട്ട് എന്താണെന്നുള്ളത് ഇപ്പോൾ 22-ന് ഞങ്ങളുടെ മീറ്റിംഗ്, കോർ കമ്മിറ്റി മീറ്റിംഗ്, സ്റ്റേറ്റ് കോർ കമ്മിറ്റിയാണ് കൂടുന്നത്. അപ്പോൾ അതിൽ വരുന്ന ആളുകളുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് ഒരു നിലപാട് നമ്മളെടുക്കും. 23-ാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി. അപ്പോൾ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിക്കുന്നതിനോ അങ്ങനത്തെ തീരുമാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? 22-ാം തീയതി ആണല്ലോ മീറ്റിംഗ്, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. എങ്ങനെയാണോ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ വരിക അതിനനുസരിച്ച് ആവുള്ളൂ. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എന്നുള്ള നിലയിൽ പറയാൻ പറ്റില്ല. താങ്ക് യു.